ആന്തൂരിലെ ഷാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ അംഗം പറഞ്ഞു. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ? എന്ത് വിസ്മയമൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തില്? ഇനി വേണോ? ഇനി വേണോ? എപ്പോ വേണം? എപ്പോ വേണം? എപ്പോ വേണം? ഇവിടെ ഒരു പ്രശ്നമില്ല യു ഡി എഫില്. അപ്പൊ അതിന് വാർത്ത ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൽ ഒരു വിഷയമില്ല. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വലിയ വിസ്മയങ്ങൾ നടക്കും. 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. അദ്ദേഹത്തിന്റെ പുതുയുഗ യാത്രയിൽ ഉൾപ്പെടെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അത് തന്നെ എടുത്തു പറഞ്ഞു. വിസ്മയം സംഭവിക്കും എന്ന് പറഞ്ഞത് കേവലം രാഷ്ട്രീയമായ ഏതെങ്കിലും പ്രചരണത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന സ്റ്റണ്ടല്ല, അത് കൃത്യമായ കാര്യം തന്നെയാണ്. വിസ്മയം സംഭവിക്കും. ഇപ്പോൾ അരഡസൻ വിസ്മയങ്ങളെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങളായി ഇല്ലേ എന്ന് തന്നെയാണ് ജി സുധാകരന്റെയും TK ഗോവിന്ദന്റെയും എല്ലാം CPM വിട്ടു പുറത്തു വന്നതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് വി ഡി സതീശൻ ചോദിച്ചത്. അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും CPM-ൽ നിന്നും 63 വർഷത്തെയും 40 വർഷത്തെയും എല്ലാം പാരമ്പര്യമുള്ള തലമുതിർന്ന നേതാക്കളാണ് CPM-ന്റെ നെറികേട്, നയവൈകല്യം ഇനിയും സഹിക്കാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM വിട്ട് പുറത്തു വന്നുകൊണ്ട് UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്നത്. ഇത് തന്നെ നിങ്ങളുടെ മുമ്പിലുള്ള വലിയ ദൃഷ്ടാന്തങ്ങളല്ലേ, വലിയ വിസ്മയങ്ങളല്ലേ എന്ന് തന്നെയാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. ഇനിയും വിസ്മയങ്ങൾ വരും. 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരും എന്നും പറഞ്ഞത് ആ വിസ്മയവും സംഭവിക്കും. ഇപ്പോഴത്തെ വിസ്മയം നിങ്ങൾ കണ്ടതല്ലേ? കണ്ണൂരിലെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപാതകികളാണ് ഈ മത്സരത്തിൽ, അതായത് 2026 തെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി മത്സരിക്കുന്നത് എന്നാണ് TK ഗോവിന്ദൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന PK ശ്യാമള, ആന്തൂരിൽ ഷാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ ആത്മഹത്യക്ക് കൃത്യമായി കാരണമായത് അവർ തന്നെയാണ്, അവരുടെ നിലപാടുകളാണ് എന്ന് പാർട്ടിയുടെ വക്താവ് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, തലശ്ശേരിയിൽ മത്സരിക്കുന്നത് കാരായി രാജൻ ഫസൽ വധക്കേസിൽ കോടതി ശിക്ഷിച്ച പ്രതി തന്നെയാണ്. ജില്ലയിൽ കടക്കരുതെന്ന് പോലും ഒരു ഘട്ടത്തിൽ കോടതി വിലക്കിയ ഒരു കൊലക്കേസ് പ്രതിയെയാണ് LDF സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വലിയ വിസ്മയങ്ങൾ തന്നെയാണ്. കാരണം UDF-ന് 100-ലധികം സീറ്റ് കിട്ടുവാൻ ഇത്തരം വിസ്മയങ്ങൾ തന്നെ ധാരാളമാണ് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത്. വി ഡി സതീശൻ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ മുഖവരയില്ലാതെ തന്നെ തുറന്നു പറഞ്ഞത്. ഇതിനിടയിൽ K സുധാകരന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ എല്ലാവരും കൂടി കെട്ടിച്ചമയ്ക്കുന്നത് പോലുള്ള പ്രതിസന്ധികൾ പാർട്ടിക്കുള്ളിലില്ല. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് സുധാകരന് മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പാർട്ടിയിൽ നിലവിലുള്ള MP മത്സരിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്. അത് കേരള ഘടകത്തിന്റെ തീരുമാനമല്ല. അത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകരാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. AICC വക്താക്കളാണ്. ഇതിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് യാതൊരു പങ്കുമില്ല. കേന്ദ്ര കമ്മിറ്റി കൂടി അത് തീരുമാനിക്കട്ടെ. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സുധാകരന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതിനുശേഷം മാത്രമേ തനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. താൻ അതിൽ അഭിപ്രായം പറയാൻ ആളല്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നു പറഞ്ഞത്. വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും പിണറായി വിജയൻ നയിക്കുന്ന LDF 8 നിലയിൽ പൊട്ടുമെന്നും UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്ന് പറയുന്ന വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താണ് LDF-ൽ നടക്കുന്ന എന്ന വിസ്മയം എന്താണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു പ്രശ്നമില്ല UDF-ല്. അപ്പൊ അതിന് വാർത്ത ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൽ ഒരു വിഷയമില്ല. ഇനി ആര് പോസ്റ്റർ അടിക്കുന്ന പ്രസിൽ പോയിട്ട് ഓരോരുത്തർ അത് നോക്കിയിട്ട് വാർത്ത കൊടുക്കും. നിങ്ങൾ ഇതൊന്നും കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചരിത്രം പരിശോധിക്കുക. അല്ല, ചരിത്രം അറിയാലോ. UDF-ലൊക്കെ ഒരു അലോസരമില്ലാതെ, ഒരു തർക്കമില്ലാതെ എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ആരും അറിഞ്ഞുപോലില്ല. ചടയമംഗലം പോലും തമ്മിൽ മാറിയിട്ടുണ്ട്. അല്ലല്ല, അതൊക്കെ ഞങ്ങൾ ഇന്ന് ഫൈനൽ പറയാം. ഞാനത് പറഞ്ഞില്ലല്ലോ. സാഹിബിനെയും സാദിഖ് അലി തങ്ങളെ വിളിച്ചിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എന്തൊരു സീറ്റുകളാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സീറ്റുകൾ. അതിൽ എന്തെല്ലാം വാർത്തകൾ നേരത്തെ വന്നു, എന്തെല്ലാം കാര്യങ്ങളൊക്കെ നേരത്തെ വന്നു. എത്ര മനോഹരമായിട്ടാണ് അവർ ആ സീറ്റ് അവരുടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ സീറ്റ് പ്രഖ്യാപിച്ചാൽ ആരൊക്കെ ജയിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആരെങ്കിലും തോക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ ലിസ്റ്റിൽ നോക്കേണ്ടത്. അതുപോലത്തെ ലിസ്റ്റാണ്.
നിങ്ങൾ നോക്ക്, നിങ്ങളെ ലിസ്റ്റ് നോക്ക്, അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടല്ലോ. സീറ്റ് കിട്ടാത്ത ആരെങ്കിലും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ? അങ്ങനെയല്ലല്ലോ, അതൊന്നുമല്ല. അതിലൊന്നും ഒരു അല്ല. അത് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ പറയാം, തീർച്ചയായിട്ടും പറയാം. അതൊക്കെ പാർട്ടി സീറ്റുകൾ എല്ലാവരും പരിഗണിക്കല്ലേ എല്ലാവരും. അപ്പൊ ഞാൻ മുൻകൂട്ടി പറഞ്ഞ ശരിയാണോ? നിങ്ങൾ ഇതാണ് സാധനം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണല്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തയുണ്ട്? ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും കൂടി രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി, ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോയി. ഡൽഹിയിൽ വന്ന് ഞങ്ങൾ പോകണ്ടേ? അപ്പോൾ കോൺഗ്രസിൽ തർക്കം മുറുകി. നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ പോണത് ഞങ്ങൾ ഇവിടെ വന്ന ആദ്യം ചെയ്യേണ്ട അതാണ്. അങ്ങനെയാണ് അല്ലല്ലോ. ഡൽഹിയിൽ വന്നാൽ ദേശീയ നേതാക്കളെ കാണുമല്ലോ. ഞാൻ ഡൽഹിയിൽ വന്നിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാതെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിക്കും, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ കാണും. ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം, അദ്ദേഹത്തിന്റെ ഡേറ്റ്, ദേശീയ നേതാക്കളുടെ ഡേറ്റ്, അദ്ദേഹത്തിനോട് അത് ചോദിച്ചു മനസ്സിലാക്കി ഏതെല്ലാം പ്രോഗ്രാമിനാണ് പെടുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. ഞാൻ പറഞ്ഞത്, നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ പോകുമ്പോൾ തർക്കം മുറുകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിൻ്റെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താന്ന് പറഞ്ഞു. അപ്പം തന്നെ VD സതീശൻ ശോഭിച്ചു. ഇന്നിപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ ഒന്നാമത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹം കോപിഷ്ഠനാണ്, അദ്ദേഹം കോപാകുലനായി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി, എൻ്റെ ദൈവമേ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളോട്, നിങ്ങൾക്ക് അതിന്റെ കൂടി നിങ്ങളുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശീലോ. നിങ്ങൾ ഉറങ്ങാതെ നിൽക്കണതിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയൊന്നും പറയല്ലേട്ടാ, ഞാൻ കോപാകുലായ എന്റെ മുഖത്ത് നോക്കി അറിയാം. സതീശൻ കോപാകുലാണ്, സതീശൻ ചിരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തെക്കാളും കുറച്ചൊരു സന്തോഷവാനാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പൊ. താങ്ക് യു. എല്ലാ വിഷയങ്ങളും അപ്പൊ തീർത്തത് കൊണ്ടല്ലേ സന്തോഷം? ഞാൻ എപ്പോഴും ഞാനിവിടെ പാർട്ടി ഭാരവാഹിയായിട്ടും പ്രത്യേക ക്ഷണിതാവായിട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്നിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയാലോ ഇവിടെ എന്തായിരുന്നു ഡൽഹിയിലെ കേരള അവസ്ഥ. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിക്കുമോ, പുതിയതായി വന്നവർ എന്തായിരുന്നു ഇവിടെ ഇല്ലേ? അതൊന്നും അല്ലല്ലോ, എത്ര സ്മൂത്താണ്. അങ്ങനെയാണ്, എത്ര സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം? അതുകൊണ്ടാണ്. അപ്പോൾ ഡേയ്സ് കുറവാകുമ്പോൾ കൂടുതൽ ആൾ വരുമല്ലേ വേണ്ട? ഒരാഴ്ച വന്ന് നിൽക്കേണ്ട ആൾ ഒരു ദിവസം വന്ന് നിൽക്കേണ്ടത്. എത്ര പെട്ടെന്ന് എത്ര സ്പീഡിലാണ് തീരണത്. ആദ്യ ദിവസം വൈകിയത് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം. എന്തുകൊണ്ട്? വിൻസെന്റ് MLAക്ക് ആ കേസ് ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം വീണ്ടും മത്സരിച്ച് അദ്ദേഹം വീണ്ടും ജയിച്ചത് ഇല്ലേ? എല്ലാവർക്കും എതിരെ എന്തെല്ലാം കേസാണുള്ളത്. ഇപ്പോൾ എന്താണ് മറ്റേ TK ഗോവിന്ദൻ പറഞ്ഞത്? TK ആന്തൂരിലെ ഷാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം പറഞ്ഞു. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും.